മാഹി മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങളും ഭാവി പദ്ധതികളും പങ്കുവച്ച് മാഹി എംഎൽഎ അഡ്വക്കേറ്റ് ടി അശോക് കുമാർ തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച പ്രത്യേക മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുമായും മാഹിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായും അദ്ദേഹം സംവദിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ മാഹി എംഎൽഎയെ ഷോൾ അണിയിച്ച് ആദരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി എൻ സിറാജുദ്ദീൻ, കെ അനിൽകുമാർ, എസ് സുരേന്ദ്രൻ, കെ ഹരിദാസൻ, സി നിഖിലേഷ്, വളവിൽ സുധാകരൻ എന്നിവർ സംസാരിച്ചു. മാഹിയുടെ വികസനവും ആവശ്യങ്ങളും പരാമർശിക്കപ്പെട്ട മുഖാമുഖത്തിൽ എംഎൽഎ വിശദീകരണം നൽകി. പുതുച്ചേരി സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് മാഹിയെന്ന് ആമുഖമായി പറഞ്ഞ എംഎൽഎ ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ റോഡുകൾ വീതി കൂട്ടാൻ വേണ്ട നടപടികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചു. മാഹിയിൽ ബസ് സ്റ്റാൻഡും ടൗൺ ഹാളും വേണം. തെരുവു നായകൾക്ക് ഷെൽട്ടർ ഹോം, റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ പച്ചക്കറി ഉൽപാദനം, യോഗ പരിശീലനം, ഫുട്ബോൾ കോച്ചിംഗ് സെന്റർ, ടൂറിസം വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തൽ, 20 വർഷമായി നടക്കാത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കൽ എന്നിവ മുൻഗണനാക്രമത്തിൽ നടത്താൻ വേണ്ടത് ചെയ്യുമെന്ന് അറിയിച്ചു. കുറേ സ്കൂൾസ്, കോളേജസ് ഒക്കെ വന്നിട്ട് അത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ അവസ്ഥ പഴയത് തന്നെയാണ്. അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡും ടൗൺ ഹാളും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു മാഹി. രാമേന്ദ്ര മാഷ് എംഎൽഎ ആയപ്പോൾ ടൗൺ ഹാൾ കൊണ്ടുവന്നു. ഇപ്പോഴും ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഇന്ത്യയിൽ ഒരേ ഒരു മുനിസിപ്പാലിറ്റി ചിലപ്പോൾ മാഹി ആയിരിക്കും. ആ മുനിസിപ്പാലിറ്റി അങ്ങനെ ബസ് സ്റ്റാൻഡ് കൊണ്ടുവരേണ്ട കാര്യം ചീഫ് മിനിസ്റ്ററുമായിട്ട് ഇപ്പം തന്നെ സംസാരിച്ചു, ഗവർണറായിട്ട് സംസാരിച്ചു. നമ്മുടെ നിലവിലുള്ള മാഹി മൈതാനമുണ്ട്. ആ മൈതാനത്തിൽ താഴെ ബസ് സ്റ്റാൻഡും മേലെ പ്ലേ ഗ്രൗണ്ടുമായിട്ടുള്ള പ്രപ്പോസലാണ് വെച്ചത്. അതൊക്കെ ഗവർണർ വരുമ്പോൾ അത് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണുള്ളത്. അതും ആദ്യമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. പിന്നെ നമ്മളെ വെറും ബിൽഡിങ്ങോ റോഡ് മാത്രമല്ല വേണ്ടത്. അപ്പോൾ അതുപോലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തെരുവ് നായ്ക്കളെയാണ്. സുപ്രീം കോടതിയുടെ വിധി വന്ന പ്രകാരം നമ്മുടെ സ്ട്രേ ഡോഗ്സിനെ ഒരു ഷെൽട്ടറിൽ കൊണ്ടുപോയിടാനും ABC നടപ്പിലാക്കാനൊക്കെ നിർദ്ദേശമുണ്ട്. എന്നാൽ നമ്മുടെ ചെറിയ പ്രദേശത്ത് ഷെൽട്ടർ ഒരുക്കുവാനുള്ള സംവിധാനമില്ല. അതിനുവേണ്ടി ഇപ്പോൾ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചു. നമ്മൾ ന്യൂമാഹി പഞ്ചായത്തും ചേർന്ന് ഒരു സ്ഥലം കാണുവാനോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തും മാഹിയും ചേർന്നുകൊണ്ട് പഞ്ചായത്തിലെ ഏതെങ്കിലും വശത്ത്, അഞ്ചരക്കണ്ടിയും വേങ്ങാടാണ് 2 സ്ഥലം പഞ്ചായത്ത് കണ്ടിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് മാഹിയിലെ തെരുവ് നായ്ക്കളെ കൂടി ഷെൽട്ടർ ചെയ്യാനുള്ള സംവിധാനം, അതിന് ഫണ്ട് നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വരികയാണെങ്കിൽ ജനങ്ങൾക്ക് വരുന്നൊരു വലിയ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഒരു MLA എന്ന നിലയ്ക്ക് കുറേ ബിൽഡിംഗ് അവരുടെ പട്ടിയുടെ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊരു റെസിഡന്റ് അസോസിയേഷൻ അവിടെ സ്ട്രോങ് ആണ്, ജോയിന്റ് റെസിഡന്റ് അസോസിയേഷൻ. അതിൻ്റെ ആളുകളൊക്കെ ബന്ധപ്പെട്ട് നമ്മളെന്നൊരു പച്ചക്കറി കൃഷികൾ അത് നിർബന്ധമായിട്ടും എല്ലാ വീടുകളിലും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാക്കി കുറച്ച് വർഷം കൊണ്ട് തന്നെ നമ്മൾ മാഹിയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ 30% മാഹിയിൽ നിന്നുണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തണം. നമ്മളിത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഒന്നും കൂടി വിപുലമാക്കി മാഹിയിലേക്കുള്ള പച്ചക്കറികളൊക്കെ മാഹി 30% മാഹിയിൽ തന്നെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം. അതുപോലെ ആരോഗ്യ മേഖലയിൽ അതും നമ്മളെ എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് ഒരു ആരോഗ്യ പരിപാലനം, അതും നമുക്കിപ്പോൾ മുനിസിപ്പൽ കൗൺസിൽ ഇല്ല. അവിടെ മുനിസിപ്പൽ കൗൺസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റാവുന്നത് റെസിഡന്റ് അസോസിയേഷൻ്റെ ആളുകളെയാണ്. അവരുമായി ചേർന്ന് എല്ലാ റെസിഡന്റ് അസോസിയേഷൻ്റെ എല്ലാ വാർഡുകളിലും യോഗ പ്രാക്ടീസ് തുടങ്ങുവാനും അതിനുവേണ്ടി മാഹി ആയുർവേദ കോളേജിലെ യോഗ പഠിക്കുന്ന കുട്ടികളെ വിട്ടുതരാമെന്ന് ആയുർവേദ കോളേജിൻ്റെ അധികൃതർ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ വാർഡുകളിലും യോഗ പരിശീലിപ്പിക്കുന്ന കേന്ദ്രവും, അതുപോലെ ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുണ്ട്. അത് PETമാരെയൊക്കെ ചേർത്തിട്ട് അത് വിപുലമാക്കും. അതുപോലെ മറ്റ് ആളുകൾ സ്ഥിരമായിട്ട് നടക്കുവാനും ഏതെങ്കിലും വിധത്തിലുള്ള വ്യായാമം നമ്മുടെ ആളുകൾ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്,
എല്ലാവരും ചേർന്നുകൊണ്ട് അങ്ങനെയുള്ള ആരോഗ്യങ്ങളും ഉണ്ടാക്കണം.